NCET നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യേണ്ടത്, അതിലെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ തന്നെ ആദ്യമായിട്ട് NCET.samarth.ac.in2024 എന്ന സൈറ്റിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകേണ്ടത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സൈറ്റ് വരുന്നതായിരിക്കും. NCET 2024 എന്നുള്ള സൈറ്റ് ഓപ്പൺ ആക്കണം. അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ രജിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. രജിസ്റ്റർ കൊടുക്കുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും രജിസ്ട്രേഷൻ ഫോമിലേക്ക് പോകും. ആദ്യം തന്നെ ചെയ്യേണ്ടത് അവിടെ ഒരു ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 76 പേജുള്ള ഒരു PDF വരും. ഈ PDF നമ്മൾ മസ്റ്റായിട്ടും വായിച്ചിരിക്കണം. കാരണം ഈ PDFനകത്ത് എല്ലാ കാര്യങ്ങളും NCETയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാകും. അത് വായിച്ചതിന് ശേഷം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് 3 സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം കിടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ഫോം, രണ്ടാമത്തത് ആപ്ലിക്കേഷൻ ഫോം, മൂന്നാമത് നമ്മുടെ പേയ്മെൻറ്റ് ഫോമാണ്. രജിസ്ട്രേഷൻ ഫോമിനകത്ത് കാൻഡിഡേറ്റിൻ്റെ പേരും ഗാർഡിയൻ്റെ പേരും പേരൻസിൻ്റെ പേര് അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസാണ്. ആപ്ലിക്കേഷൻ ഫോമിനകത്താണ് പാസ്വേഡ് ക്രിയേറ്റിംഗ് വരുന്നത്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്വന്തമായിട്ടൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുകയും ആപ്ലിക്കേഷൻ നമ്പർ അനുസരിച്ച് നമുക്ക് മുന്നിട്ടുള്ള പ്രോസസ്സുകൾ ചെയ്യാൻ പറ്റുകയും ചെയ്യുള്ളൂ. പിന്നീട് അതിനകത്ത് പറയുന്നത് നമ്മൾ വെക്കുന്ന ഫോട്ടോഗ്രാഫിൻ്റെ സൈസാണ്. അതിന് നമ്മുടെ സിഗ്നേച്ചറിൻ്റെ പിക്ചറിന് ഉള്ള സൈസ്, താഴെയുള്ള മറ്റ് പിക്ചറിൻ്റെ സൈസുകൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞിരിക്കുന്ന KB തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നീട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പേയ്മെൻറ്റ് ഫീസിൻ്റെ കാര്യമാണ് പറയുന്നത്. ജനറൽ കാറ്റഗറിക്ക് 1200 രൂപ, OBC NCL അഥവാ EWS കാറ്റഗറിക്ക് 1000 രൂപ, SC ST PWBD തേർഡ് ജെൻഡർ എന്നീ കാറ്റഗറികൾക്ക് 650 രൂപ എന്നിവ വെച്ചാണ് ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നത്. പിന്നീട് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. Candidates shall ensure that information entered by them in their respective online application form is correct. നമുക്ക് നെയിം ഓഫ് ദ കാൻഡിഡേറ്റിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും പേര്, അതിങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അഡ്രസ് ഡീറ്റെയിൽസ്, കാറ്റഗറി, ജെൻഡർ, PWBD സ്റ്റാറ്റസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ചോയ്സ് ഓഫ് എക്സാം സിറ്റീസ് എന്നിവ നമുക്ക് രണ്ടാമത് മാറ്റാൻ എഡിറ്റിംഗ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആക്കുമ്പോൾ മാറ്റാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ആദ്യം കൊടുക്കുമ്പോൾ തന്നെ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ വീണ്ടും വായിച്ച് റിവ്യൂ പേജിലേക്ക് പോയി വീണ്ടും വായിച്ച് ശ്രദ്ധിച്ച് വേണം അത് സബ്മിറ്റ് ചെയ്യാൻ. പിന്നീട് അതൊരു കറക്ഷന് വേണ്ടിയിട്ട് അത് ഓപ്പൺ ആവുന്നതല്ലായിരിക്കും. മറ്റെന്ത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും നമുക്ക് കറക്ഷന് വെക്കാം, പക്ഷേ അത് മാത്രം പറ്റുണ്ടാവില്ല. പിന്നീട് NTA എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റിയാണ് താഴെയുള്ള ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാസ്വേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 8 മുതൽ 13 വരെ അക്ഷരങ്ങൾ ഉണ്ടായിരിക്കണം. കൂടാതെ ഒരു വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഒരു നമ്പരും ഒരു സിഗ്നലും ഉൾപ്പെടുത്തണം. ഇൻസ്ട്രക്ഷൻസ് വായിച്ചതിന് ശേഷം അവിടെ അത് വായിച്ചു എന്നുള്ള കോളത്തിൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ രജിസ്ട്രേഷൻ ഫോമിലേക്ക് പോകുകയും അവിടെയാണ് നമ്മുടെ ഈ ഒരു 3 ഫോമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം രജിസ്ട്രേഷൻ ഫോം, അതിനുശേഷം അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, അതിനകത്ത് നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, കാറ്റഗറി ഡീറ്റെയിൽസ്, അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് ചോദിക്കും. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് പേയ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസ് വളരെ സൂക്ഷിച്ച് വായിച്ച് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിരിക്കുന്നത് കറക്റ്റാണോ എന്ന് വീണ്ടും ചെക്ക് ചെയ്തിട്ട് മാത്രമേ അപ്ഡേറ്റ് ചെയ്ത് സേവ് ചെയ്ത് അടുത്തടുത്ത പേജിലേക്ക് പോകാവൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ PDFൻ്റെ ലിങ്ക് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അത് എടുത്ത് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട് വേണം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്.